ഈ സന്നിധിയിൽ വരുന്ന ഓരോരോ ഭക്തന്മാർക്കും അവർക്ക് കിട്ടുന്നതായ അനുഭവം, കാരണം ഇവിടെ വന്ന് സ്വാമി വിഷ്ണുമായ സ്വാമിയെ ദർശിച്ച് വരുന്നതായ അനുഭവങ്ങൾ, ഭഗവത് സമക്ഷത്തിലുള്ളതായ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് വരുന്നതായ കാര്യങ്ങളെ കൊണ്ട് എല്ലാ ഭക്തന്മാരും അവർ പ്രാർത്ഥിക്കുന്നതായ കാര്യങ്ങൾക്കുള്ളതായ അനുഭവങ്ങളാണ് നമ്മുടെ സന്നിധിയിൽ. അത് ജാതി മതഭേദമന്യേ വിദ്വേഷമായിക്കോട്ടെ, മാംഗല്യ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താനാദി വൈകല്യങ്ങൾ, കൂടാതെ തന്നെ അനപത്യതാ ദുഃഖങ്ങൾ. കാരണം പറഞ്ഞാൽ എത്രയോ വർഷം കഴിഞ്ഞ് സന്താനങ്ങളില്ലാതെ പൗര സമക്ഷത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് അതിന് സന്താനാദി പൂജ, സന്താനങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പൂജാതി കർമ്മങ്ങൾ. ഇപ്പം മാംഗല്യം നടക്കാതെ എത്രയോ ആൾക്കാരുണ്ട്. ആ ഭഗവാന് വന്നിട്ട് മാംഗല്യ പൂജകൾ അത് പൗര സമക്ഷത്തിൽ ചെയ്തു കൊടുക്കുന്നു. ഭഗവാൻ അതിന് ആ മാംഗല്യാദി കർമ്മങ്ങൾക്കെല്ലാം ബന്ധനങ്ങളൊക്കെ തീർത്ത് ഭഗവാന്റെ മാംഗല്യാദി കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നു. അനപത്യതാ ദുഃഖങ്ങൾ, കാരണം സന്താനങ്ങളില്ലാതുള്ളതായ പ്രയാസങ്ങളെ കൊണ്ട് വരുന്ന ഭക്തന്മാർക്ക് സന്താനാദി ലബ്ധി ഭഗവത് സമക്ഷത്തെങ്കിൽ അതിന് പ്രധാനമായിട്ട് ശക്തി പൂജ, ബ്രഹ്മവളാട്ട് പൂജ, ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ളതായ കർമ്മങ്ങളാണ് ഈ സന്നിധിയിൽ നമ്മൾ നടത്തി കൊടുക്കുന്നത്.